8th സയൻസിലെ ഫിസിക്സ് ചാപ്റ്റർ 1 ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് ഇഫക്റ്റ്. കാപ്പല പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. വളരെ നന്നായി, വളരെ എളുപ്പമുള്ള പാഠഭാഗമാണിത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് നോക്കാം. നമ്മളൊരു വയർ എടുത്തു. ആ വയറിന്, ഇത് ഒരു സാധാരണ നിങ്ങളുടെ വീട്ടിലെടുക്കുന്ന ഒരു വയർ, ആ വയറിന് ഒരു ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തു. ഒരു ബാറ്ററി കൊണ്ട് ഒരു കണക്ഷൻ കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ഈ വയർ മാഗ്നറ്റ് ആയി തീരും എന്ന് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്നാണ്. ഇയാളുടെ ഈ കണ്ടുപിടുത്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നറിയപ്പെടുന്നത്. അതായത് when electricity flows through a conductor, a magnetic field develops around the conductor. ഒന്ന് പറഞ്ഞു നോക്കി. When electricity passes through a conductor, a magnetic field develops around the conductor. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഇടയായാൽ ആ ചാലകത്തിന് ചുറ്റിലും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ഇതിനാണ് പറയുക മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് മനസ്സിലായോ? മലയാളത്തിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ അത് ഓർക്കാൻ കഴിയൂ. കാരണം നമ്മുടെ മനസ്സൊക്കെ മലയാളത്തിലാവും. ഓക്കെ, അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിസിറ്റി? ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി കടന്നുപോയാൽ ചാലകത്തിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാകും. Whenever electricity passes through a conductor, a magnetic field develops around the conductor. This is called as magnetic effect of electricity. This phenomena is firstly discovered by the scientist Christian Eastwood. ഈ ഫിനോമിനൻ ആദ്യമായി കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഈസ്റ്റ്വുഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി നമുക്ക് ഈ ഫിനോമിനെ മനസ്സിലാക്കാൻ രണ്ട് ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മൾ വീട്ടില് ഒരു പ്ലഗിൽ കറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. കൈയോട് കുത്തി നോക്കാൻ പറ്റുമോ? കുത്തിയതേ ഓർമ്മയുണ്ടാവും. കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചു പോകും. അപ്പൊ അത് പറ്റില്ല. അതിന് പകരമായി കടയിൽ നിന്ന് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വാങ്ങാം. കറണ്ട് ഉണ്ടോ എന്നറിയാൻ നമ്മൾ വാങ്ങുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ചില കുട്ടികൾക്ക് അതിന് ഉത്തരം കിട്ടും, ചില മണ്ടന്മാർക്ക് അതിന് ഉത്തരം കിട്ടില്ല. ഓക്കെ മക്കളെ, അതിന്റെ ഉത്തരം ടെസ്റ്റർ എന്നാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ടെസ്റ്റർ എന്തിനു വേണ്ടിയുള്ള ഉപകരണമാണ്? ഓക്കെ, അപ്പൊ ടെസ്റ്റർ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? കറണ്ട് ഉണ്ടോ കറണ്ട് ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് ടെസ്റ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ടെസ്റ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇൻ ദ സെയിം ടൈം, അതേപോലെ ഒരു സ്ഥലത്ത് മാഗ്നറ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരാൾ ഒരു കഷ്ണം ഇരുമ്പ് നമ്മുടെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് മാഗ്നറ്റ് ആണോ ഇത് മാഗ്നറ്റ് അല്ലയോ എന്ന് എന്നോടൊന്ന് പറയണം. നമ്മൾ സയൻസ് വിദ്യാർത്ഥികളല്ലേ, അപ്പോൾ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. ഉടൻ നമ്മൾ അവരോട് പറയണം, എനിക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ട് തന്നാൽ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോൾ ഒരു സാധനം
കാന്തമാണോ അല്ലയോ എന്നറിയാൻ നമ്മൾക്ക് ഒരു ഉപകരണമുണ്ട്. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ പഠിക്കുന്ന ഉപകരണം എന്താ? ടെസ്റ്റർ. അതേപോലെ മാഗ്നറ്റ് ആണോ മാഗ്നറ്റ് അല്ലയോ എന്നറിയാൻ നമ്മൾ ഒരു ഉപകരണം ഉപയോഗിക്കും. ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് കോമ്പസ്. നമ്മൾ കടയിൽ ചെന്ന് ബാറ്ററി തരാൻ പറഞ്ഞാൽ അവരെന്താ ചെയ്യുക? അവര് ഒരു സെല്ല് എടുത്തു തരും. അവരുടെ വിചാരം സെല്ലും ബാറ്ററി ഒന്നാണ്. തെറ്റാണത്. സെല്ല് ഒരെണ്ണമാണ്, ബാറ്ററി രണ്ടെണ്ണമാണ്. പക്ഷെ കടക്കാർക്ക് അറിയില്ല ഈ സെല്ലും ബാറ്ററിയും നമ്മുടെ വ്യത്യാസം. അതേപോലെ മാഗ്നറ്റിക് കോമ്പസ് എന്നതിന് മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയാറുണ്ട്. മാഗ്നറ്റിക് കോമ്പസിനകത്ത് ഒരു നമ്മുടെ വാച്ചിലെ സൂചി പോലെയുള്ള ഒരു സാധനമുണ്ട്. അതാണ് ശരിക്കും മാഗ്നറ്റിക് നീഡിൽ. ആ ഉപകരണം മാഗ്നറ്റിക് നീഡിലല്ല, ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട് എന്ന് മാത്രം. അത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. അപ്പം കാന്തിക മണ്ഡലം ഉണ്ടോ, അതായത് ഒരു സാധനം കാന്തം ആണോ എന്ന് നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 കാര്യം പഠിച്ചു. എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ഇനി ഒരു സാധനം മാഗ്നറ്റ് ആണോ എന്നറിയാൻ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഇത് ഒരു മേശയാണ്. ഇവിടെ ഞാനൊരു മാഗ്നറ്റ് കൊണ്ടുവച്ചു. ഒരു കുട്ടിയോട് പറഞ്ഞു ഇത് മാഗ്നറ്റ് ആണോ എന്ന് പരിശോധിക്കണമെന്ന്. കുട്ടി മാഗ്നറ്റിക് കോമ്പസ് ഇവിടെ കൊണ്ടുവച്ചു, നോക്കി, നീഡിൽ അനങ്ങുന്നില്ല. കുട്ടിക്ക് തോന്നാം ഞാൻ കൊണ്ടുവച്ചത് മാഗ്നറ്റ് അല്ല. കുട്ടി കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്നു, ഇപ്പോഴും ഡിഫ്ലക്ഷൻ ഇല്ല. കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്നു, ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു സാറ് കൊണ്ടുവച്ചത് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് വെച്ചിരുന്നെങ്കിലോ പറയാൻ പറ്റില്ല, ഇവിടെയാണെങ്കിലോ പറയാൻ പറ്റില്ല. ഇവിടെ വന്നപ്പം പറഞ്ഞു. അതായത് ഒരു മാഗ്നറ്റിന് പവർ ഉള്ള സ്ഥലത്ത് മാഗ്നറ്റിക് നീഡിൽ വെച്ചെങ്കിൽ മാത്രമേ അത് മാഗ്നറ്റ് ആണ് എന്ന് പറയാൻ പറ്റൂ. പേരാവൂർ കടയിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ട് നോക്കി അത് പറയാൻ പറ്റുമോ? ഇല്ല. ആ മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു മാഗ്നറ്റിന് മാഗ്നറ്റിക് പവർ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതിന്റെ അപ്പുറത്ത് അതിന് പവർ ഇല്ല. ആ സ്ഥലമാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദ ഫീൽഡ് അറൗണ്ട് വിച്ച് മാഗ്നറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ഇറ്റ്സ് ഫോഴ്സ്. The region where a magnet can influence its force is called as magnetic field. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മാഗ്നറ്റിന് അതിന്റെ മാഗ്നറ്റിക് പവർ കാണിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനുള്ള ഉപകരണമാണ് മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി. ഇനി CBSE പരീക്ഷയ്ക്ക് എപ്പോഴും ഞാൻ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്, ഹൗ ക്യാൻ യു മേക്ക് എൻ ഇലക്ട്രോമാഗ്നറ്റ്? വാട്ട് ഈസ് എൻ ഇലക്ട്രോമാഗ്നറ്റ്? ഹൗ ക്യാൻ യു മേക്ക് എൻ ഇലക്ട്രോമാഗ്നറ്റ്? ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ, അതിന് മാഗ്നറ്റ് ആയി പെരുമാറാൻ കഴിയുമെങ്കിൽ that is called as electromagnet. Electromagnet is a current carrying conductor which can act as a magnet. That is called as electromagnet.
കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ മാഗ്നറ്റായി പെരുമാറുമ്പോൾ ആ സാധനത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്. വാട്ട് ഈസ് an electromagnet? When electricity flows through a conductor, it can act as a magnet. Then we can call that is an electromagnet. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഹൗ ക്യാൻ യു മേക്ക് an electromagnet? നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാം? അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാക്കൊല പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുണ്ടാവും. ഓക്കെ, ഞാൻ വിശദീകരിക്കാം. ഒരു നീളമുള്ള ഒരു ഇരുമ്പാണി എടുക്കുക. എന്താ ആദ്യം ചെയ്യേണ്ടത്? നീളമുള്ള ഒരു ഇരുമ്പാണി എടുക്കുക. ഒരു വയറെടുത്ത് ഇരുമ്പാണിയിൽ ഇങ്ങനെ ചുറ്റുക. വയറിന്റെ ഒരറ്റം ബാറ്ററിയുടെ പോസിറ്റീവിലും ഒരറ്റം നെഗറ്റീവിലും കൊടുക്കുക. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടായി. വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടായി. If you want to check whether it is an electromagnetic or not, നമുക്ക് എങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് ആണെന്ന് നോക്കാം. ഓക്കെ മക്കളെ, ഒരു കോമ്പസ് നീഡിൽ എടുത്തുകൊണ്ടുവരിക. അതിൻ്റെ അടുത്തേക്ക് വെച്ച് നോക്കുക. ആണി കാന്തമായിട്ടുണ്ടാകും. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? നീളമുള്ള ഒരു ഇരുമ്പാണി എടുക്കുക. ഒരു വയറ്, ഇൻസുലേഷനുള്ള വയറായിരിക്കും കേട്ടോ, അതിൽ ചുറ്റുക. വയറിന്റെ അറ്റം ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ബാറ്ററിയിൽ നിന്ന് കറണ്ട് പ്രവഹിക്കാൻ തുടങ്ങിയാൽ ആണി കാന്തം ആയി മാറും. വേണമെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് നീഡിൽ എടുക്കാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട മക്കളെ, നിങ്ങളുടെ ഒരു പിന്നെടുത്ത് സൂചിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ നെയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. നെയിൽ നിങ്ങളുടെ പിന്നെ ചാടി പിടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു കാന്തമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഈ പാഠത്തിൽ രണ്ട് ഭാഗമാണുള്ളത്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന പാഠഭാഗം തീരുകയാണ്. നമുക്ക് നാളെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ഭാഗം. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന നോട്ടിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റും ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റും ഉണ്ട്. അതിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് പഠിക്കുകയും എഴുതുകയും ചെയ്യുക. ഹീറ്റിംഗ് ഇഫക്റ്റ് എഴുതണം. ക്ലാസ് ഞാൻ നാളെ എഴുതി തരാം. ഓക്കെ മക്കളെ, താങ്ക് യു.